എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് പറയണത്, ഒത്തിരി സന്തോഷമുള്ള ദിവസമെന്ന്. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ അങ്ങ് പറയാം. നമ്മളെന്താണോ ആയിത്തീരണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ അത് തന്നെ ആയിത്തീരും. എപ്പോഴും ഇങ്ങനെ ടെൻഷനും അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരു 100 അല്ല, ഒരു 10,000 കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണും. നമ്മൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ, നല്ലത് മാത്രമേ വരും, അങ്ങനെയുള്ള നല്ല ചിന്തകളോടുകൂടി ഇരുന്നാൽ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് തൂത്തുവാരി കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നിനി അമ്പലത്തിൽ പോകണം. ഇന്ന് അമ്മയുടെ കല്യാണ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ കാണുമല്ലോ നമ്മൾ നാട്ടുകാർക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അങ്ങനെ കേശുവാണെങ്കിൽ രാവിലെ ഇന്നലെ തന്നെ ഉറങ്ങിയപ്പോഴേ നല്ല ലേറ്റായി. പിന്നെ രാവിലെയൊക്കെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഭയങ്കര മടിയെന്നല്ല, മോനും ഉറക്കം ശരിയാവണ്ടേ. എന്നാലും നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും ആൾ കൂടെ എഴുന്നേറ്റോളും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇനി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അമ്മയുടെ കല്യാണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പന്നിടംപുള്ളിലെ അമ്മയുടെ കല്യാണ ദിവസമാണ് ഇന്ന്. മാലപ്പുറം പാട്ട് എന്നാണ് തോറ്റപ്പാട്ടിൻ്റെ ഇതിൽ പറയുമ്പോഴേ ഇന്നാണ് മാലപ്പുറം. അപ്പം നമുക്ക് ഇവിടെയുള്ളവർക്ക് ഭയങ്കര പ്രത്യേകതയാണ്. കല്യാണം എന്ന് വെച്ചാൽ, അമ്മയുടെ കല്യാണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ നാട്ടുകാരായി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഉത്സാഹമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഫുള്ള് പിന്നെ അമ്പലത്തിലായിരിക്കും. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അമ്മയ്ക്കുള്ള ഹാരമൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഹാരം വാങ്ങാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പൂക്കടയിൽ നിന്ന് തന്നെയാണ് ഹാരം വാങ്ങുന്നത്. അപ്പോൾ തലേ ദിവസമേ പറഞ്ഞിരിക്കുകയായിരുന്നു നാളത്തേക്ക് ഹാരം വേണമെന്ന്. സാധാരണ നമ്മൾ വനമാലയാണ് കൊടുക്കാറ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ അതല്ല, റോസ് ഹാരം മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്പലത്തിൽ അനൗൺസ്മെൻ്റ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്ഥലങ്ങൾ വിളിച്ച് പറയുമല്ലോ, പുല്ലുകാടെന്ന്. അപ്പം ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങളുടെ സ്ഥലം പറയുകയാണെങ്കിൽ പുല്ലുകാടാണ്. അപ്പോൾ ഇങ്ങനെ പുല്ലുകാടെന്ന് കേട്ടപ്പോൾ കേശു ചോദിക്കുകയാണ്, എന്താ അമ്മേ പുല്ലുകാടെന്ന് പറയണതെന്ന്. അപ്പോൾ ഓരോരുത്തർ സംഭാവന കൊടുത്തതും ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുമല്ലോ, അത് കേട്ടിട്ടാണ് മോനെ അങ്ങനെ ചോദിക്കണത്. ഇപ്പോൾ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും ആ ഒരു ഉത്സവ മേളമാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ട് താഴെ ഞങ്ങളുടെ ആ ബൈപ്പാസ് ജംഗ്ഷനിലും ആറ്റുകാലമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവിടെ ഭയങ്കര പാട്ടും മേളമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെയും ആറ്റുകാൽ പൊങ്കാലയുണ്ട്. പിന്നെ പനേടമൂടിലെ ദേവി അമ്പലം ചുറ്റി നമ്മുടെ നാട് ചുറ്റി താഴെ വരുമ്പോഴേക്കും അവിടെ ഭയങ്കര ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ കണക്കാക്കിയിട്ട് അവിടെ വലിയൊരു ഇതൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പൂക്കടയിലെത്തി. അപ്പോൾ ഞങ്ങൾക്കുള്ള പൂവെല്ലാം അവിടെ റെഡി ആക്കിയാൽ മാമൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഹാരം വാങ്ങിക്കൊണ്ട് വേണം നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോണത് കറങ്ങി മൂക്കി തൊടുമല്ലോ, ആ രീതിയിലാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്താണ് അമ്പലം. പക്ഷെ നമ്മൾ ഹാരം വാങ്ങാനായിട്ട് ബൈപ്പാസ് വഴി കറങ്ങി കുളത്തൂർ വന്ന്, ഇനി കുളത്തൂരിൽ നിന്ന് നേരെ മൺവിള പോയി മൺവിളയിൽ നിന്ന് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല സൂര്യഭഗവാനൊക്കെ ഇങ്ങനെ, നല്ല സൂര്യഭഗവാൻ ഉദിച്ച് വരണതും ആ ഒരു ചെറിയൊരു സൂര്യരശ്മികളും എല്ലാം കൂടെ നല്ലൊരു വൈബാണ്. എനിക്ക് എപ്പോഴും ഈ ഒരു സമയമുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കേശുവിൻ്റെ അപ്പയുടെ വീട്. അവിടെ താഴെയാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഈ നാലാഞ്ചിറ ഭഗവതി നമ്മുടെ പനേടമൂട്ടിൻ്റെ ആർച്ചൊക്കെയാണ് ആ മൺവിളയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് അമ്പലത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഒരു വലത് വെച്ച് അമ്പലത്തിലെത്തി. അപ്പോൾ ഇനി അമ്മയ്ക്കുള്ള ഹാരമൊക്കെ സമർപ്പിക്കണം. നമ്മൾ വന്നപ്പോഴേക്ക് അവിടെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഗണപതി ഹോമം ഇല്ല, എന്നാലും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പ്രസാദമൊക്കെ തരുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോറ്റം പാട്ടുപുര. പിന്നെ അവിടെ ഉള്ളതാണ് കൊടിമരം. അപ്പോൾ ഉത്സവം കൊടിയേറി, അതിൻ്റെ ആ കൊടിയും എല്ലാം കാണാം. അപ്പോൾ കേശു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ അങ്ങനെയൊക്കെയെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടിമരവും തോറ്റമ്പാട്ടുപുരയും എല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു അതിശയമാണല്ലോ, ഇങ്ങനത്തെ കൊടി അങ്ങനെ മോൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് എന്താണെന്നൊക്കെ. അങ്ങനെ ഇനി അമ്പലത്തിലേക്ക് തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകണം. പിന്നെ ഇന്ന് കല്യാണ ദിവസം ആയതുകൊണ്ട് പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉത്സവം കൊടിയേറിയതിൻ്റെ അന്ന് പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്.
അപ്പോൾ ഇന്നും പൊങ്കാല ഉണ്ടായിരുന്നു. 3 കലത്തിലൊരു പൊങ്കാലയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പം ഈ പൊങ്കാല ഇടുന്നവർക്ക് ആറ്റുകാൽ പോണതായിരിക്കും. നമുക്ക് ആറ്റുകാൽ പൊങ്കാലയും ഇവിടുത്തെ അമ്മയുടെ പൊങ്കാലയും ഒരേ ദിവസം ആയതുകൊണ്ട് കുറേ പേർക്ക് ആറ്റുകാൽ പോകണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരത്തെ വന്ന് അമ്മയുടെ നടയിൽ പൊങ്കാല ഇട്ടിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ആറ്റുകാലോട്ട് പോകും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നിരിക്കുന്നത് തങ്ങളെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ തങ്ങളുടെ പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. ഈ ഉത്സവ ദിവസങ്ങളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും എല്ലാം അവരുടെ ഒരാൾ വന്ന് നിന്നിട്ട് അവർ ഓതിയ വെള്ളവും പിന്നെ പഞ്ചസാരയും കുരുമുളകും കൂടെയാണ് പ്രസാദമായിട്ടൊക്കെ തരണത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം പ്രഭാത ഭക്ഷണം ഇവിടെ റെഡിയായിരുന്നു. അപ്പോൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും ആയിരുന്നു പ്രഭാത ഭക്ഷണം. അപ്പോൾ ഈ പ്രഭാത ഭക്ഷണവും രാത്രിത്തെ ലഘുഭക്ഷണവും ഇത് തന്നെയായിരിക്കും. അത് ചിലപ്പം ഉഴുന്ന് വട എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ രസവടയായിരിക്കും, അത്ര തന്നെ വ്യത്യാസം. അങ്ങനെ ഞങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. 7 മണിക്കായിരുന്നു പ്രഭാത ഭക്ഷണം. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് 7:45 അപ്പോൾ ഒരുപാട് പേരൊക്കെ കഴിച്ചുകൊണ്ട് പോയായിരുന്നു. ലാസ്റ്റായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി അനന്തുവിനുള്ള ഭക്ഷണം വാങ്ങി. അനന്ത് വീട്ടിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ മടിയായതുകൊണ്ടാണ് അവൻ നമ്മുടെ കൂടെ അമ്പലത്തിൽ വരാത്തത്. അപ്പോൾ അവനായിട്ടുള്ള പ്രഭാത ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നമ്മുടെ വീടിൻ്റെ അതുവരേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് താഴെ ഇറങ്ങിയാൽ തമ്പുരാനാട് ജംഗ്ഷനാണ്. അവിടെയൊക്കെ കഴിഞ്ഞ വർഷം തൊട്ട് പൊങ്കാലകളുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ആറ്റുകാൽ പോയിട്ട് നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് പോലും ചെല്ലാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെക്കാളും നമുക്ക് വീട്ടിൽ പൊങ്കാല ഇട്ടാൽ അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലുള്ള അമ്പലങ്ങളിൽ ഇപ്പോൾ ഒരുപാട് അമ്പലങ്ങളിലും അതുമായിട്ട് അടുത്തടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ആറ്റുകാൽ പൊങ്കാല സെറ്റപ്പൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തിരികെ വന്നപ്പോഴേക്ക് ഇവിടെ അച്ഛനും മോനും കൂടെ ചെണ്ടമേള മത്സരമൊക്കെ നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ചെല്ലുമ്പോഴേക്കുള്ള ചെണ്ടമേളവും കാര്യങ്ങളും കാണുമ്പോൾ കേശുവിന് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഇതാണ് അനന്തുവിനുള്ള ഭക്ഷണം. അപ്പോൾ അവിടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞവർ നമുക്ക് പ്രസാദം കുറച്ച് പൊങ്കാല പ്രസാദമായിട്ടൊക്കെ തന്നു. അതും കൊണ്ട് നേരെ വീട്ടിലെത്തി. പിന്നെ പൊങ്കാലയ്ക്കുള്ള കൊതുമ്പും ചൂട്ടുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്, നന്ദു പോകുന്നുണ്ട്, രമ്യ ചേച്ചി പോകുന്നുണ്ട്, ദിവ്യ ചേച്ചി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള കൊതുമ്പും ചൂട്ടുമൊക്കെ വേണ്ടേ. അപ്പോൾ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുക്കള കിടക്കണേണ്ടില്ല, ഇന്നൊന്നും വേവിച്ചിട്ടേ ഇല്ല. അടുക്കളയിൽ ചായ ഇട്ടില്ല. ചായ മാത്രം ഇട്ടെന്നും പറയാൻ പറ്റില്ല, ചായ ഇട്ടില്ല. രാവിലെ എഴുതിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയില്ലേ, അപ്പോൾ ചായയും എല്ലാം അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കുടിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കല്ലുപ്പ് വാങ്ങിയതാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് കല്ലുപ്പ് വാങ്ങണമെന്ന്. അങ്ങനെ ഇപ്പം ലാസ്റ്റ് കല്ലുപ്പ് വാങ്ങി ഒരു കലത്തിലാക്കി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് എൻ്റെ സാധാരണ ഉപ്പിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഒരു ജോലിയും ഇല്ലയെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഒരു സമയവും പോവില്ല. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തോന്നും. പിന്നെ ഈ ഓറഞ്ചിൻ്റെ തോല് ഞാനെടുത്ത് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ അവിടെ ഇരുന്ന് എന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അമ്മയൊക്കെ ഇതാ കണ്ടില്ലേ, അമ്മയും അനന്തമൊക്കെ അവിടെ വിശ്രമമാണ്. അമ്മയ്ക്ക് ഇന്നൊരു ജോലിയും ഇല്ലല്ലോ, എന്നിട്ട് അമ്മയ്ക്ക് സമയവും പോണില്ല. കേശു ഇവിടെ അവൻ്റെ കാർട്ടൂണും കാര്യങ്ങളുമായിട്ട് അവനും നല്ല ബിസി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പിന്നെ അംഗൻവാടിയിലൊന്നും വിട്ടില്ല. ഇന്ന് ഉച്ചത്തെ ഊണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. എല്ലായിടത്തു നിന്നും ആൾക്കാർ വരും കഴിക്കാനായിട്ട്. അത്ര സ്പെഷ്യൽ സദ്യയുമാണ്. ഭയങ്കര ടേസ്റ്റുമായിരിക്കും, ഭയങ്കര ആളുമായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ അമ്പലത്തിൽ പോയി നിന്നിട്ട് എനിക്ക് കഴിക്കാനേ പറ്റിയില്ല. അത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് അമ്പലത്തിൽ നിന്ന് തിരികെ വന്നത്. 12:30-12:30ക്കാണ് അന്നദാനം. കറക്റ്റ് 12 മണിയായപ്പോൾ ഞാൻ അമ്പലത്തിലെത്തി. പക്ഷേ 2:30 മണി വരെ നിന്നിട്ട് എനിക്ക് അന്നദാനം കിട്ടിയില്ല. അത്ര തിരക്കായിരുന്നു. പിന്നെ ഷോപ്പിൽ പോകണം, അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഒരു 2:15 ആയപ്പോഴേക്ക് ഏകദേശം ക്യൂവിൽ നിന്ന് കഴിക്കാൻ എത്താറായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇങ്ങനെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് പോയത്, അമ്മ എന്നാലും എനിക്ക് നിങ്ങൾ അവിടെ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് എന്നെ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് പോയത്. അപ്പോൾ ആ കുറവ് എനിക്ക് ഈ വർഷം എന്തായാലും നികത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വർഷം നമ്മൾ എന്തായാലും 11 മണിക്ക് അമ്പലത്തിൽ എത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആലോചിച്ച് വേണം, അന്നദാനം 12:30ക്കാണ്. പക്ഷേ 11 മണിക്കെങ്കിലും അമ്പലത്തിൽ എത്തിയാലേ നമുക്ക് ആദ്യത്തെ കളരിയിൽ തന്നെ കയറാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വന്നൊരു ഇഞ്ചി തൈയായിരുന്നു. 2-3 ദിവസമായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ അമ്മ അതിങ്ങനെ ഇഞ്ചിയൊക്കെ ഒരു കുഞ്ഞൻ ചട്ടിയിൽ മുളപ്പിച്ചൊക്കെ നിർത്തിയിരുന്നു. ഞാനത് അതേപോലെ അങ്ങ് എടുത്തുകൊണ്ട് വന്ന് ഇനി ഇത് ഇവിടെ വന്ന് തറയിൽ നടണം. പിന്നെ നമ്മുടെ തറയിൽ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് പറ്റിയ മണ്ണും തറയൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ അങ്ങ് കുഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇഞ്ചിക്കാവുന്നതുകൊണ്ട് ഒരുപാട് വെയിലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ.
ഇനിയിപ്പോൾ വെയിൽ വേണമെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് വെയിലുണ്ട്, എന്നാൽ വെയിലില്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു എന്തോന്ന് നമ്മുടെ ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ ഒരുപാട് ഗ്രോ ബാഗിൽ ഇതേപോലെ ഇഞ്ചി നട്ട് വെച്ചിട്ട് ഒരുപാട് എനിക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരികയാണ്. പിന്നെ ഇതാ ആ ഒരു പാലുമുളക് നിറയെ കായ്ക്കുന്നുണ്ട് കേട്ടോ, നിറച്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിത്തെ നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേക്ക് 4 സൈഡും ഒക്കെ ഒന്ന് തട്ടിയെടുക്കുമ്പോൾ അത് അതേപോലെ അങ്ങ് വരുമല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി പിടിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. ഇപ്പോഴത്തെ ഇഞ്ചിയുടെയൊക്കെ വില അറിയണ്ടേ, ഭയങ്കര റേറ്റല്ലേ. അപ്പോൾ മുമ്പേയൊക്കെ അമ്മ പറയുമായിരുന്നു, നമ്മുടെ വീട്ടിൽ അമ്മ ഇങ്ങനെ വാവൊക്കെ ആവാറാവുന്ന സമയത്തും ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ ഇഞ്ചി ഇങ്ങനെ നട്ടിട്ട് ഒരുപാട് അമ്മ ഇഞ്ചി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന്. എനിക്കത്ര വലിയ ഓർമ്മയൊന്നുമില്ല, ഞാനൊക്കെ ഒന്ന് കുഞ്ഞല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാമെന്നുള്ളത്. അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ. ആ ഒരു രീതിയായിരിക്കും എനിക്കും കിട്ടിയത്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ല, അവൾക്ക് കൃഷിയോ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ പൊങ്കാലയ്ക്കായിട്ട് കൊതുമ്പും ചൂട്ടുമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതിനേക്ക് ഇനി ഒന്ന് കെട്ടി സെറ്റാക്കി ഇപ്പോഴേ വെച്ചാൽ ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. അങ്ങനെ രമ്യ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ പോകാനായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അതിനു മുമ്പേ ഇതൊക്കെ എല്ലാം ഒന്ന് കെട്ടിപ്പറക്കി വെച്ചാൽ അത്രയും നല്ലതല്ലേ. ഇങ്ങനെ ചെറുതായിട്ട് കീറി ഒന്ന് കെട്ടി വയ്ക്കുമ്പോഴേക്കും നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്, അതാണല്ലോ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ പൊങ്കാലയ്ക്ക് പോണത് ഞാനും നന്ദും പനീടമൂട്ടിൽ പോവും. രമ്യ ചേച്ചിയും ദിവ്യ ചേച്ചിയും കൂടെ ആറ്റുകാലാണ് പോണത്. പിന്നെ എൻ്റെ അമ്മയും പനീടെ മൂട്ടിലാണ് വരണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് പൊങ്കാലയ്ക്ക് പോകാനായിട്ട്. എല്ലാം ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു മേളമാണ്. അപ്പോൾ തിരളിയും, അപ്പോൾ എനിക്കെന്തായാലും പൊങ്കാല ഇടണം, തിരളി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പൊങ്കാലയും തിരളിയാകുമ്പോൾ 2 കലം ആയില്ലേ. പിന്നെ ഒരു പാൽപ്പായസോ അങ്ങനെ എന്തെങ്കിലും വെക്കണം, അങ്ങനെ 3 എണ്ണം വെക്കണം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെയാണല്ലോ ഈ തിരളിയും മണ്ടപ്പുറ്റൊക്കെ അത്രയും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ രമ്യ ചേച്ചിക്ക് ആറ്റുകാലത്തേക്ക് 3 കലത്തിൽ നേർച്ച ഉണ്ടായിരുന്നു പൊങ്കാല. അങ്ങനെ ആ ചേച്ചിക്ക് 3 കലത്തിലുണ്ട്. നന്ദു ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാനായിട്ട് വരണത്. അപ്പോൾ രമ്യ ചേച്ചി നമ്മൾ നടയിൽ അമ്പലത്തിൽ പൊങ്കാല ആയിട്ട് അതും കളഞ്ഞാണ് ആറ്റുകാൽ പോണത്, ആ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മോളെ എൻ്റെ കൂടെ ഇവിടെ പന്നിടം മുകളിലത്തേക്ക് വിട്ടത്. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി മാങ്ങ കൊണ്ടുവന്നതാണ്. കേശുവിൻ്റെ പാട്ട് ടീച്ചർ കൊണ്ട് കൊടുത്ത മാങ്ങയായിരുന്നു. അപ്പോൾ അച്ചാറിട്ട് വെക്കാമല്ലോ എന്നും പറഞ്ഞ് എടുത്തപ്പോഴേക്കും മാങ്ങ പഴുത്തിരിക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. മാങ്ങ എന്ന് വെച്ചാൽ നല്ല പഴുത്തില്ല, ഈ കളറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ എന്ത് രുചിയായിരുന്നു. പിന്നെ അച്ചാറിടാനേ തോന്നിയില്ല, അത് ഫുള്ള് ഇങ്ങനെ കഴിക്കാനാണ് തോന്നിയത്. ഇനി ഈ വെള്ളക്കാന്താരി ഞാൻ പറഞ്ഞില്ല, ഇഷ്ടം പോലെ കാച്ചു നിൽക്കുകയായിരുന്നു. കുറേയൊക്കെ നമ്മളെടുത്ത് ആ ചമ്മന്തിയൊക്കെ അരച്ച്, ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ മുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചാൽ ഒത്തിരി പാടാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഈ മുളകൊക്കെ എല്ലാം നുള്ളിപ്പിച്ചെടുത്തിട്ട് അതിനൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ തൈരിൽ മുക്കി ഒന്ന് ഉണക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുത്താലും നല്ല രുചിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിനൊന്നും തൈരില്ല, വേറെ ഒന്നും കൊണ്ടല്ല, തൈരൊന്നും ഇല്ല, തൈരൊക്കെ വാങ്ങിക്കാൻ പോകണ്ടേ, അതൊരു മടി. അതുകൊണ്ട് വിചാരിച്ച് ഇതെല്ലാം പിച്ചി എടുത്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന്. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലെ ഒരു പാലുമുളകുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് 1 ഏക്കർ സ്ഥലത്തെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇങ്ങനെ പന്തലിച്ച് നിന്നിട്ട് നിറയെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇതങ്ങ് കായ്ക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കായ്ക്കും. അപ്പം എനിക്കിപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല, കാച്ചൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് കായ്ക്കുമെന്ന് തോന്നുന്നു. ഇത് ഒരു പ്രാവശ്യം ഇതങ്ങ് പോയ മുളവാണ്, പുഴുത് കളയാമെന്ന് വരെ വിചാരിച്ചു. എന്നിട്ടും കളയാനായിട്ട് മനസ്സില്ലാണ്ട് എപ്പോഴെങ്കിലും ഒരു സമയം രക്ഷപ്പെട്ട് ഇതുപോലെ കായ്ക്കുമെന്നുള്ളൊരു തോന്നലിൽ അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തോന്നൽ എന്തായാലും മാറിയില്ല, അതങ്ങ് രക്ഷപ്പെട്ട് വന്ന് ഇപ്പോൾ നിറയെ കാച്ചിട്ടുണ്ട്. ഒരിക്കൽ നോക്കിയപ്പോൾ ഫുൾ കുരുടിച്ച് അതിൻ്റെ മണ്ടഭാഗം മൊത്തം ഇങ്ങനെ കുരുടിച്ച് നിൽക്കുകയായിരുന്നു. അത് ഞാൻ ഫുള്ള് നുള്ളിക്കളഞ്ഞ് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീട്ടിൽ ഇതൊക്കെ മതിയല്ലോ. അങ്ങനെ ഞാൻ അതിനെ ഫുള്ള് പിച്ചിക്കൊണ്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നതും അച്ചാറിട്ട് വെക്കുന്നതും ഒക്കെ ഇങ്ങനെ ഗ്ലാസ് ടിന്നിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലൊക്കെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. വേറൊന്നുമല്ല, എന്നാൽ മാത്രമല്ല അതിങ്ങനെ പുറത്ത് കാണാൻ പറ്റുള്ളൂ എന്താണ് ഇരിക്കണതെന്ന്. ഇതൊക്കെ നമുക്ക് ഈ കാഴ്ചയിലൊരു ഭംഗിയും കൂടെ ഇല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട്
ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കായപ്പും കൂടി ഇട്ടങ്ങ് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ 1-2 ദിവസം കഴിയണം ഇതൊക്കെ എല്ലാം ഒന്ന് പിടിച്ച് വരാനായിട്ട്. കാണാനും നല്ല ഭംഗിയല്ലേ, നല്ല വെള്ള കളറിൽ. നല്ല വെള്ള കളറെന്ന് പറയാൻ പറ്റില്ല, ഒരു മഞ്ഞ കളർന്ന ഒരു വെള്ള കളറാണല്ലോ ഈ പാലുമുളകിന്. പിന്നെ ഇതിന് എന്തിനാണ് പാലുമുളകെന്ന് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് ഇതിനെ പാലുമുളകെന്നാണ് പറയാറ്. പിന്നെ ഇതാ ഈ കായയില്ലേ, പണ്ട് തൊട്ടേ വീട്ടിൽ വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ കായമാണ്. അന്ന് 50 പൈസയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ കായത്തിന് 2 രൂപയായി. പക്ഷെ നല്ല സൂപ്പർ കായമാണ്. നമ്മൾ ഒറിജിനൽ കായ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പൊടി വാങ്ങുമ്പോഴേക്കും ഇത്രയും മണമൊന്നും കിട്ടില്ല. പക്ഷേ ഇതിനുണ്ടല്ലോ ഭയങ്കര മണമാണ്. ഈ ഒരു ചെറിയ ചെറിയ പാക്കറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കുറേ നാളിത് കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഇത് കണ്ട ഉടനെ ഞാൻ വാങ്ങി വെച്ചതാണ് ഈ സംഭവം. അങ്ങനെ അതിൻ്റെ ചെറിയ 2 പീസ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൂട്ടി അങ്ങ് വെച്ചാൽ മാത്രം മതി. നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും പഴഞ്ചോറിൻ്റെ കൂടെ ആയിരുന്നാലും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു എന്തൊക്കെ കൂട്ടാനുണ്ടെങ്കിലും ഒരു മുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു താല്പര്യമാണ്, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ നമ്മുടെ മുളവച്ചാറല്ല, കാന്താരി മുളക് ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഊണ് കഴിക്കാൻ പോകാനാണ് റെഡിയായത്. ഇനിയൊരു മേളമാണ്. എല്ലാവരും കൂടെ സമയമാകുമ്പോഴേക്കും ഒരു അടിയും ബഹളമൊക്കെയാണ്. 11 മണി ആയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴേ പോയാൽ മാത്രമേ നമുക്ക് ക്യൂവിലേക്ക് കയറി നിന്ന് ഒരു 12:30 ആകുമ്പോഴേക്കും ആദ്യത്തെ കളരിയിലെങ്കിലും കയറാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്ലേറ്റിലായിരുന്നു. എനിക്കാണെങ്കിൽ പ്ലേറ്റിൽ കഴിക്കണേക്കാളും ഇലയിട്ട് കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ 2 ദിവസം പോയപ്പോഴും ഇലയിലല്ല പ്ലേറ്റിലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഗംഭീര ഊണമായിരിക്കും. ആൾക്കാരൊക്കെ ഇപ്പോഴേ പോയി തുടങ്ങും. അങ്ങനെ ഞങ്ങളും ഒട്ടും താമസിച്ചില്ല. അതോ പെട്ടിയും പൊക്കണോ എല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. അമ്പലത്തിലെ ചോറല്ലേ, പ്രത്യേകിച്ച് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. എല്ലാ കറികളും കൂടെ കൂട്ടിക്കുഴച്ചായിരിക്കും കൊണ്ടുവരണത്. എന്നാലും അത് കഴിക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കും. അമ്മയ്ക്ക് കാലുവേദന ആയതുകൊണ്ടാണ് വരാത്തത്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട്. എന്തോന്നെടുത്ത കയ്യിൽ കൊച്ചങ്ങ, നീ അംഗൻവാടി പോ. അംഗൻവാടിയിലാക്കട്ടാ, പിന്നെ പോ. ഭയങ്കര വെയിൽ, വാ. കേശുവിന് ഇടയ്ക്ക് അംഗൻവാടിയിലോട്ടൊക്കെ നോക്കണുണ്ട്. ഇന്ന് വിട്ടില്ലല്ലോ അംഗൻവാടിയിൽ. ഇന്ന് പിള്ളേർ സ്കൂളിലും പോകില്ല, അംഗൻവാടിയിലൊന്നും പോകില്ല. ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങനെയാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ അത് നടന്ന് ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ അച്ഛനൊന്നും അവിടെ കാണാനില്ല, അച്ഛനൊക്കെ അമ്പലത്തിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് കേശോടെ ഒളിഞ്ഞ് നോക്കണുണ്ട്. അപ്പാപ്പനോ അമ്മാമ്മയോ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അവരൊന്നുമില്ല, അവർക്ക് നേരത്തെ അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ മൊത്തം സീരിയലൈറ്റൊക്കെ അച്ചിട്ടേക്കായിരുന്നു. അല്ല പനീര മുട്ട ഇട്ടേക്കണത്. പോ ഏയ്, നേരെ നോക്കി നട യേശു, വീഴരുത്. ആ, ചേട്ടൻ്റെ കൂടെ പോ. യേശു ഓടല്ലേ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. 11 മണിക്ക് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മളായിരിക്കും ആദ്യം വന്നത്. വന്നപ്പോൾ തന്നെ ഇവിടെ ക്യൂ ആയിരുന്നു. ഒരു 10-12 പേരെങ്കിലും ആദ്യമേ അവരൊന്നും ഇന്ന് വീട്ടിൽ പോയില്ലേന്ന് പോലും അറിഞ്ഞൂടെ. അവർക്ക് അതവിടെ ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. സമയം 11:24 അല്ലേ, 11:24, 12:30 അന്നദാനം. 11:30 കഷ്ടിച്ചാവാൻ പോണതേ ഉള്ളൂ. അന്നദാനം 12:30 അതിൽ കൂടെ ഞീരിച്ച വെയിലും. ഞങ്ങളാണെങ്കിൽ കുടയും എടുത്തില്ല. എന്തായാലും കേശുവിന് തൊപ്പി വെച്ച് കൊടുത്തുകൊണ്ട് അത്രയും സമാധാനം. അങ്ങനെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ നോക്കുമ്പോഴേക്കും 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ 1 മണിക്കൂർ ഒരു യുഗം പോലെ തോന്നും. അതിങ്ങനെ ഒന്ന് ഇഴഞ്ഞിഴഞ്ഞല്ലേ പോവുള്ളൂ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും വിചാരിക്കുന്നത് നമ്മളായിരിക്കും ആദ്യം എന്നാണ്. കാരണം 11:30 മണിയൊക്കെ ആവണതല്ലേ ഉള്ളൂ. വന്നപ്പോഴേക്കും ഇവിടെ അപ്പോഴേ ക്യൂ ആയിരുന്നു. കേശുവിനാണെങ്കിൽ നിൽക്കാൻ വയ്യ. പിന്നെ രമ്യ ചേച്ചി കേശുവിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം കേശുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പോയി. ഞാൻ അവിടെ ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ. രമ്യ ചേച്ചിയായിരുന്നു ഓട്ടം വെച്ച് ഓടിയത് കേശുവിനെയും കൊണ്ട്.
അങ്ങനെ അവസാനം ഞങ്ങളിതാ 12:30 മണി, 12:30 12:40 ആയപ്പോഴാണ് ആഹാരം കഴിക്കാനായിട്ട് നമ്മളെല്ലാം അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്നുകൊണ്ടാണ് ആദ്യമേ ഓടി വന്നിരുന്നത്. ആൾക്കാരൊക്കെ കയറിക്കൊണ്ട് നിൽക്കണതേ ഉള്ളൂ. ഇന്നത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പാമ്പ് പോലെ വളഞ്ഞ് പൊളഞ്ഞ് അങ്ങ് ആലിഞ്ചോടൊക്കെ കഴിഞ്ഞു പോയി. ആണുങ്ങളെ ക്യൂ ആയാലും അങ്ങനെ തന്നെ അങ്ങ് ഇറക്കത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി കിടക്കുന്നതുണ്ട് ക്യൂ എല്ലാം. അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലോ ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി, 3 ഐറ്റം പച്ചടി കിച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകറി, അവിയൽ, തോരൻ, എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. എല്ലാ വർഷവും അമ്മയുടെ കല്യാണം നടത്തുന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിയാണ്. അവർ എത്രയോ വർഷത്തേക്ക് ഇങ്ങനെ നേർച്ച പോലെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കല്യാണ ദിവസത്തെ ഫുൾ ചിലവും, അമ്പലത്തിൽ ഫുൾ ചിലവും വഹിക്കുന്നത് അവരാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണം ആയിരുന്നാലും പ്രഭാത ഭക്ഷണം, ഉച്ചയൂണ്, പിന്നെ അതുപോലെ തന്നെ രാത്രിയത്തെ ലഘുഭക്ഷണം, പിന്നെ അതിനിടയ്ക്കുള്ള അമ്മയുടെ കല്യാണ സാരി, കല്യാണഹാരം, താലി എന്ന് വേണ്ട ഫുൾ ചിലവും അവരുടെ വകയാണ്. പൂമൂടലും എല്ലാം അവരുടെ വകയാണ്. അവർക്ക് നല്ലൊരു എമൗണ്ട് എല്ലാ വർഷവും ദേവിയുടെ കല്യാണത്തിൽ നിന്ന് ചിലവാകും. അങ്ങനെ കാത്തിരുന്ന് ചോറും എത്തി. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തത്. കേശുവിനും ഈ പറഞ്ഞതുപോലെ ഒരു സീറ്റ് അവന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെതാ ആള് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് മോനിങ്ങനെ ഇലയിട്ടൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെതാ പായസം എത്തി. ആദ്യം അടപ്പായസമാണ്, അത് കഴിഞ്ഞാൽ നല്ല കടലപ്പായസം വരും, പിന്നെ വന്നത് സേമിയമാണ്. അങ്ങനെ അട കഴിഞ്ഞതാ കടല എത്തി. കടല കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബോളിയും സേമിയ പായസവും വന്ന് അങ്ങനെ സദ്യ കുശാലായിരുന്നു. അമ്മയുടെ കല്യാണ സദ്യ കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ണാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഈ വർഷം ഉണ്ണാൻ പറ്റിയല്ലോ. കേശുവിനിതാ ഇങ്ങനെ ഉണ്ടോണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ആൾക്കൊന്നും ആടി കളിക്കാതിരിക്കാനായിട്ട് പറ്റൂല. അടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയെങ്കിലുമാണ് കുറച്ച് സമയം അടങ്ങിയൊക്കെ ഇരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ട് കയ്യിൽ ആ ഒരു ഗ്ലാസ് ഇരുന്നത് വീട്ടിലത്തേക്ക് വാങ്ങിയ പായസമാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന ടിന്നുകളൊക്കെ തീർന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് കിട്ടിയ ഗ്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ പായസമൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇന്നാണ് അവിടെ ഒരു ഉത്സവ മേളം ആയതെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 ദിവസം തിരക്ക് കുറവായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഊണൊക്കെ തീരുമ്പോഴേക്ക് തന്നെ ഒരു 3 മണിയെങ്കിലും ആവുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഇവരെല്ലാവരും ലീവ് എടുത്തിരിക്കുകയാണ്. നന്ദു കോളേജിൽ പോയില്ല, കേശു അംഗൻവാടിയിൽ പോയില്ല, ആനന്ദ് സ്കൂളിൽ പോയില്ല. നമ്മളവിടെ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ആനന്ദയുടെ ഫ്രണ്ട്സും ഫുള്ള് അമ്പലത്തിലുണ്ടായിരുന്നു. ഒറ്റ പിള്ളേരും ഒന്നും സ്കൂളിൽ പോയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നടന്നതാ കുറച്ച് ഇങ്ങോട്ടായപ്പോഴേക്ക് ചേട്ടന് സ്കൂട്ടറും കൊണ്ട് അങ്ങോട്ട് വരണുണ്ടായിരുന്നു. ഇനി ഈ ലഗേജുകളേക്ക് കേശുവിനെയും അനന്തുവിനെയും ഈ ആഹാരമൊക്കെ ആയിട്ട് ചേട്ടനേൽ കൊടുത്തങ്ങ് വിട്ട് പിന്നെ ഇതാ എല്ലാവരും കൂടെ വീട്ടിലെത്തിയിട്ട് ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എല്ലാ കറിയും കൂടെ ഒരുമിച്ചൊക്കെയാണ് അവർ തരണത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേട്ടൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് കഴിക്കാനായിട്ട് പായസങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി 1 വർഷം കാത്തിരിക്കേണ്ട ഇതുപോലെ അമ്മയുടെ കല്യാണ സദ്യ കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 7 ദിവസമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ 7 ദിവസം ആകുമ്പോഴേക്കും 3-ാമത്തെ ദിവസമാണ് കല്യാണം വരണത്. അതിന് മാലപ്പുറം പാട്ടെന്നാണ് പറയാറ്. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം അമ്മയുടെ വിരുന്ന് കാര്യങ്ങളൊക്കെയാണ്. 5-ാമത്തെ ദിവസമാണ് കൊന്നു തോറ്റം പാട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊന്നു തോറ്റാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലെ അലങ്കാരങ്ങൾ മൊത്തം അണയ്ക്കും. ദീപാരാധന കഴിഞ്ഞ് അടുത്ത പൂജയും കൂടെ കഴിയുമ്പോഴേക്കും എല്ലാം അണച്ചിട്ട് പിന്നെ കൊന്നു തോറ്റു തുടങ്ങിയാൽ ഒറ്റ അലങ്കാരങ്ങളും പിന്നെ അത് മൈക്കിലൊന്നും കൊടുക്കാറില്ലല്ലോ. ദേവിയുടെ അമ്മയുടെ സങ്കട ദിവസമല്ലേ. പിന്നെ ആ വെടിക്കെട്ടും മേളമൊക്കെ നടക്കുന്നത് തോറ്റതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ നമ്മൾ തോറ്റംപാട്ട് കേൾക്കാൻ പോകുമ്പോഴായിരുന്നാലും തോറ്റംപാട്ട് പാടണവരും കരഞ്ഞുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും കരയും. ഒരു വല്ലാത്ത ഫീലാണ് കൊന്നു തോറ്റിന്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ വിളിച്ചിട്ട് വീട്ടിലോട്ട് വന്നതാണ്, ഞാനും കേശുവും കൂടെ. അവിടെ സദ്യയുടെ കുറച്ച് ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതിനൊക്കെ അത് എടുത്തുകൊണ്ട് വന്ന് അത് തരാൻ വേണ്ടി വിളിച്ചതാണ്. വിളമ്പാനായിട്ട് അച്ഛനൊക്കെ കാണും അവിടെ.
അപ്പോൾ ഇതാ കണ്ടില്ലേ അച്ഛൻ അവിടെ മതിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിനി അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം. ഇനി ഒന്നും കൂടെ കുളിച്ചിട്ട് വേണം രാത്രി ഇനി അമ്മയുടെ കല്യാണം കാണാൻ പോകണ്ടേ. അതാണ് അടുത്ത പരിപാടി. ഞങ്ങൾ അച്ചാറുകളൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും അടുത്ത വീട്ടിലെ ചേച്ചി ആ റോഡ് ഫുള്ള് തീയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാം തൂത്തൊക്കെ വാരിയിട്ട്. അങ്ങനെ ഇഞ്ചി ഉണ്ടായിരുന്നു, നാരങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. ഇനി ആ അച്ചാറുകളൊക്കെ എല്ലാം ഒന്ന് തട്ടി ഭരണിയിലും കുപ്പിയിലൊക്കെ ആക്കി മാറ്റി വെക്കണം. പ്രത്യേകിച്ച് ഈ സദ്യക്ക് നമ്മൾ വെക്കും പോലെ അല്ലല്ലോ, ഒരു വല്ലാത്ത ടേസ്റ്റാണല്ലോ സദ്യക്ക് വിളമ്പുന്ന അച്ചാറുകൾക്കൊക്കെ. അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിനി ഇങ്ങനെയൊക്കെ വെച്ചാലും നല്ല രുചി ആയിരിക്കും, പക്ഷേ ഈ ഒരു രുചി വരില്ല. അതിനവർക്ക് എന്തെങ്കിലുമൊക്കെ കുറുക്ക് വിദ്യകളോ എന്തെങ്കിലും നുറുങ്ങ് വിദ്യകളോ ഒക്കെ കാണും. അതവരുടെ ട്രേഡ് സീക്രട്ട് അല്ലേ, അവരത് പുറത്ത് വിടയുമില്ല. പിന്നെ ഇപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, യൂട്യൂബിൽ നിന്നൊക്കെ വലിയ രീതിയിൽ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാൽ ഒരു അന്നദാനം നടത്തണമെന്ന്. നേർച്ചയും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ നേർച്ചയെന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ എന്നെ തോഴും, കാരണം ഞാനിടുന്ന നേർച്ചകളെല്ലാം അങ്ങനത്തെ നേർച്ചകളായിരിക്കും. അപ്പോൾ എനിക്കിതിപ്പോൾ നേർച്ചയെന്നല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. നല്ല രീതിയിൽ വരുമാനമൊക്കെ കിട്ടിയാൽ നല്ല രീതിയിലൊരു അന്നദാനം അമ്മയുടെ നടയിൽ നടത്തണമെന്ന്. 3 വർഷം ഞങ്ങൾ അന്നദാനം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഇങ്ങോട്ടാണ് അന്നദാനം നടത്താത്തത്. അപ്പോൾ സഹായിച്ചാൽ എന്തായിരുന്നാലും ഈ കല്യാണ ദിവസത്തെ കിട്ടില്ല, അത് അവർ തരുമില്ല, അത് അവരെ നടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആര് നടത്തിയാലും അവർ നടത്തുന്ന അത്രയും രീതിയിൽ നടത്താനായിട്ട് പറ്റില്ല. അവരത്രയും അർപ്പണ മനോഭാവത്തോടു കൂടി നടത്തണമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിന് മേലെ ആരെ കൊണ്ടും നടത്താൻ പറ്റുമെന്ന് തോന്നണില്ല. അത്രയ്ക്ക് രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങൾ എല്ലാ വർഷവും കല്യാണത്തിന് ചെയ്യണത്. അപ്പോൾ അമ്മയും കൂടെ സഹായിച്ചാൽ എപ്പോഴെങ്കിലും ഒരു അന്നദാനം അവിടെ നല്ല രീതിയിൽ നടത്തണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാറുള്ള അമ്മ ഇതും കൂടെ സാധിച്ചു തരും എന്നൊരു വിശ്വാസവും മനസ്സിലുണ്ട്. അങ്ങനെ അച്ചാറൊക്കെ തട്ടി വെച്ച് ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഈ മേളം എന്താണെന്ന് വെച്ചാൽ കല്യാണ സാരി കൊണ്ടുപോണതാണ്. അപ്പോൾ ആ വീട്ടുകാരാണ് എല്ലാ വർഷവും ഞാൻ പറഞ്ഞില്ലേ അന്നദാനവും അമ്മയുടെ ഫുൾ കാര്യങ്ങളും ചെയ്യണതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കല്യാണ സാരിയും ഹാരവും ഒക്കെ കൊണ്ടുപോകണത്. ചെണ്ടമേളത്തോട് വാദ്യഘോഷത്തോടു കൂടി ഇങ്ങനെ വരും. വന്നിട്ട് ഇപ്പം നമ്മുടെ ആ ജംഗ്ഷനിലുള്ള ഗുരുവിൻ്റെ ഫ്രണ്ടിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഗുരുസ്വാമിയുടെ നടയിൽ നിന്നിട്ട് ചെണ്ടയൊക്കെ കൊട്ടിയതിന് ശേഷം അവിടെ നിന്ന് കണ്ടില്ലേ കല്യാണ സാരി, ഹാരം, അമ്മയെ അണിയിക്കാനുള്ള എല്ലാ വസ്തുക്കളുമായിട്ടാണ് പോണത്. അപ്പോൾ ആ നടുക്ക് നിൽക്കുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയാണ് എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദമ്പതിമാർ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നാണ് ഇത്. നമ്മൾ സാധാരണ കല്യാണത്തിന് ചെറുക്കൻ വീട്ടുകാരെന്ന് പറയില്ലേ, മാപ്പിള കൂട്ടി ചെല്ലണമെന്ന്, ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പം നാട്ടിലില്ല, അതുകൊണ്ട് ചേച്ചിയുടെ അപ്പച്ചിയുടെ മോനാണ് ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ അവർ അമ്പലത്തിൻ്റെ വാതിൽക്കൽ എത്തുമ്പോഴേക്ക് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് ആനയിക്കാനായിട്ട് വാദ്യഘോഷത്തോടു കൂടി അമ്പലത്തിൽ നിന്ന് ആൾക്കാർ ചെന്നിട്ട് അവരാണ് പിന്നെ ആനയിച്ച് അകത്ത് കൊണ്ട് കയറണത്. ഇപ്പോൾ ഇവർ ചെന്ന് അകത്ത് കയറി, ഇന്നിപ്പോൾ നമുക്ക് ഈ വർഷം 8:40 മുഹൂർത്തം. അപ്പോൾ ആ സമയത്തെ ഇനി താലികെട്ടൊക്കെ കാണുള്ളൂ. അപ്പോൾ എന്തായാലും മാപ്പിളക്കൂട്ടെല്ലാം അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങളിവിടെ 8 മണിയായിട്ട് പോകാമെന്ന് വിചാരിച്ച്, കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താലികെട്ടുള്ളത്. നേരത്തെ പോയാലും ഈ പിള്ളേരെയും കൊണ്ട് അവിടെ പോയാലും കേശുവൊക്കെ ഭയങ്കര ഓട്ടവും ബഹളമായിരിക്കും. പിന്നെ എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്ന് അവിടെ ഒരു ജനപ്രവാഹമായിരിക്കും, അത്രയ്ക്കും ആൾക്കാർ കാണും. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് നടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ അണ്ണനെ ഓട്ടോയൊക്കെ വിളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മയും നന്ദൂനെയും അനന്തൂനെയും കേശുവിനെയും കൂടെ ഓട്ടോയെല്ലാം അങ്ങ് കയറ്റി വിടാം, ബാക്കി നമ്മൾ ബാക്കിൽ നിന്ന് നടന്ന് ചെന്നാൽ മതിയല്ലോ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 8 മണി ആയപ്പോഴേക്ക് ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോകണം. അപ്പോൾ കേശുവിനേക്ക് ഇവിടെ നിന്ന് പറഞ്ഞാണ് വിട്ടത്, ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊന്നും പോകരുത്, അമ്മച്ചിക്ക് ഓടിച്ചിട്ട് പിടിക്കാനൊന്നും പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവിടെ നിന്ന് വിട്ടത്. അങ്ങനെ അവരിതാ അവിടെ
ഓട്ടോ വന്നില്ല, ഓട്ടോ ഇപ്പം എത്തും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും വീടൊക്കെ പൂട്ടി വെളിയിറങ്ങി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഓട്ടോ വന്ന് അവർ പോയി. ഞങ്ങളിതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് വീട്ടിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഇനി നമ്മളെല്ലാവരുമായിട്ടാണ് അമ്പലത്തിലോട്ട് പോണത്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ വീട്ടുകാരാണ് ഈ അമ്പലത്തിൻ്റെ മാലപ്പുറത്തിൻ്റെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഈ വീട്ടുകാരാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ല, അവരെല്ലാം അമ്പലത്തിൽ പോയി നേരത്തെ മാപ്പിളക്കൂട്ടിൻ്റെ കൂടെ അങ്ങ് പോയെന്ന് പറഞ്ഞില്ലേ. ഇവർ വീട്ടിൽ നിന്ന് കുറച്ച് ഇത്ര ദൂരം ചെന്നാൽ അമ്പലമാവും. പക്ഷേ ഈ കല്യാണ സാരി കൊണ്ടുപോകുമ്പം ഇവരും ഇങ്ങനെയല്ല പോവാറ്, ഇങ്ങനെ കറങ്ങി ഒരു വലത് വെച്ചാണ് അമ്പലത്തിൽ വരണത്. അങ്ങനെ അവരെല്ലാം ചെന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും ദാ അമ്പലത്തിലെത്തി. ഇനി മുഹൂർത്ത സമയമാവണം. അമ്പലത്തിൽ ചെന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. എല്ലാവരും കൂടെ ദാ ഒരു മേളമായിരുന്നു. അങ്ങനെ 8 മണി കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ സമയമാവാറായപ്പോഴേക്കും ഓട്ടോ പിള്ളേരെ കൊണ്ടുവന്ന്. ഇവിടെ കുത്തിയോട്ടത്തിന് പിള്ളേർ കുറവാണ്. എല്ലാ വർഷവും ഒരു 10 പിള്ളേരിനകത്തേക്കേ വരുള്ളൂ. ആറ്റുകാലത്തെ കാര്യം അറിയാമല്ലോ. ആറ്റുകാലം ഇപ്പോൾ കുറവാണെന്ന് പറയണം. 600 എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ 1000, 1500ഒക്കെയാണ് ഓട്ടോ പിള്ളേർ തന്നെ ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഇനി മുഹൂർത്ത സമയത്തിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. മുഹൂർത്തം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ ഇടിയും തള്ളലും നമുക്ക് നേരെ കാണാൻ പോലും പറ്റില്ല താലികെട്ട്. അങ്ങനെ നമ്മൾ അമ്മയുടെ താലികെട്ട് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോറ്റ് തന്നെയാണ് ആ താലി അമ്മയുടെ കഴുത്തിൽ ചാർത്തുന്നത്. അപ്പോൾ ഈ മുഹൂർത്തമായിരുന്നാലും പാട്ട് ഇങ്ങനെ തോറ്റംപാട്ട് പാടിക്കൊണ്ടിരിക്കുകയില്ലേ. തോറ്റംപാട്ടിൽ ആ ഒരു മുഹൂർത്ത സമയമാകുമ്പോഴേക്ക് പെട്ടെന്ന് വാദ്യഘോഷങ്ങളും വെടിക്കെട്ടും എല്ലാം കൂടെ ആയി ആ ഒരു സമയത്ത്, ആ ഒരു മുഹൂർത്ത സമയത്താണ് അമ്മയ്ക്ക് താലി ചാർത്തുന്നത്. അങ്ങനെ മഞ്ഞച്ചരടിൽ അമ്മയുടെ താലി ചേർത്തലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇനി പൂവെടുക്കാനായിട്ട് പോണതാണ്. ഇനി പൂമൂടലാണുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അലങ്കാരങ്ങളും സാരികളും എല്ലാം മാറ്റിയതിന് ശേഷമാണ് പൂമൂടൽ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇനി അവിടെ വന്ന് ഇനി വേണം അമ്മേനെ നല്ലതുപോലെ കണ്ടു തൊഴാനായിട്ട്. അപ്പോൾ ഇതാ നടയിൽ പോയി കണ്ടു തൊഴുത് അമ്മ താലിയൊക്കെ ചേർത്തിരിക്കുന്നതൊക്കെ കണ്ണിറയെ കണ്ടു തൊഴുതതിന് ശേഷം ഇനി നേരെ ചെന്ന് ക്യൂവിൽ നിൽക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇനി ഈ പൂക്കൾ മൊത്തം കൊണ്ട് അമ്മയെ മൂടും. അപ്പോഴേക്കും നല്ല ക്യൂ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളും ക്യൂവിൽ കയറി നിന്ന് ആദ്യമേ ചെന്നുകൊണ്ട് നമുക്ക് ഏകദേശം ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറ്റി. പിന്നീടായപ്പോഴേക്കും നല്ല ക്യൂ ആയി. അപ്പം നമുക്ക് ഓരോ തട്ടം തരും. ഓരോ തട്ടത്തിലും പൂക്കൾ ഇങ്ങനെ തരും. ഇതാ കണ്ടില്ലേ, ഇതിനി പൂത്തട്ട എടുക്കാനുള്ള ക്യൂ ആണ്. പക്ഷേ ഈ വർഷം തട്ടത്തിലല്ല തന്നത്, ആ ഒരു കൊട്ടയിൽ തന്നെയായിരുന്നു തന്നത്. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ, ഈ ചടങ്ങുകളെല്ലാം നടത്തുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, അവർക്കാണ് ഫസ്റ്റ് ഈ പൂക്കൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ തരണത്. അങ്ങനെ അവരെല്ലാവരും അതെടുക്കാനായിട്ട്, പൂക്കൊട്ട എടുക്കാനായിട്ട് അവർ റെഡിയായി. ഇനി അവർക്ക് ആദ്യത്തത് കൊടുത്ത് അവരാദ്യം കൊണ്ട് അമ്മയ്ക്ക് നേദിച്ചതിന് പൂക്കൾ കൊണ്ട് അഭിഷേകം നടത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും തരുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് പൂക്കളം എടുത്ത് അമ്മയുടെ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് മുന്നിൽ നന്നായിട്ട് മുന്നേ ചെന്ന് നിന്ന് അമ്മേനെ കൺകുളിർക്കെ കണ്ട് തൊഴാനായിട്ട് പറ്റും. അങ്ങനെ ആദ്യത്തെ കൊട്ടപ്പൂവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അവരതുമായിട്ട് ആദ്യം പോവും. അവർ പോയി അവരത് ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണത്. നുരയിടുമഴകിൽ നമുക്കു തുഴയാൻ അമ്പിളി തോളി
അങ്ങനെ പൂത്തട്ടമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് അതാ ലഘുഭക്ഷണം കഴിക്കാനായിരുന്നു. ഇഡ്ഡലിയും സാമ്പാർ ചമ്മന്തിയും വടയും പഴമായിരുന്നു രാത്രിയത്തെ ഭക്ഷണം. അപ്പോൾ ഇനി അതും കൂടെ കഴിക്കണം. അപ്പോൾ ഈ സമയമായപ്പോഴേക്ക് ചേട്ടൻ ഷോപ്പിൽ നിന്ന് വന്നായിരുന്നു. അങ്ങനെ ആൾ നേരെ അമ്പലത്തിൽ വന്ന് ഇനി അവിടെ നിന്ന് ഈ ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു രസവും നമുക്കൊരു തൃപ്തിയൊക്കെ തരുന്ന കാര്യമാണല്ലോ. ഇപ്പം നമുക്ക് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ട് തന്നെ നടത്തുന്ന ഉത്സവമല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യമൊക്കെ ഉണ്ട്. രമ്യ ചേച്ചിതാ കഴിച്ചിട്ട് അണ്ണന് വാങ്ങിക്കൊണ്ട് പോണതാണ്. അപ്പോൾ അണ്ണൻ ഇനി ലേറ്റാവും വരുമ്പോഴേക്കും. അപ്പോൾ വീട്ടിൽ വന്ന് കഴിച്ചിട്ടായിരിക്കും പുള്ളിക്കാരന് പോണത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ കേശുവിനും അനന്തൂനും ഒക്കെ ഐസ്ക്രീം വേണം. അങ്ങനെ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിത്തന്ന് ഇനി ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് സമയം അമ്പലപ്പറമ്പിലൊക്കെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ, കല്യാണം കഴിഞ്ഞ ആ ഒരു സന്തോഷം. അതുപോലെ മക്കളായ നമുക്ക് എല്ലാവർക്കും അതിനപ്പുറം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു വെയിറ്റിംഗ് ആണ് പൊങ്കാല ദിവസത്തിനായിട്ടുള്ളത്. പിന്നെ ഐസ്ക്രീം കണ്ടാലും നമ്മളെക്കാളും കൊച്ചുങ്ങളാവും ഇതാ അമ്മമാർ. 2 അമ്മമാർക്കും ഐസ്ക്രീം വേണം. അതിലോട്ടൊന്നും അവർ ബാക്കിലൊന്നുമല്ല. വേറെ വല്ലതൊക്കെ ആണെങ്കിൽ അവർ വേണ്ടാന്ന് പറയും. ഐസ്ക്രീം കുടിക്കാനായിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആലിൻ്റെ മുട്ടിലിരുന്ന് എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ വർഷത്തിൽ കിട്ടണ ഇതുപോലുള്ള നമ്മുടേതായ ആഘോഷങ്ങൾ നമ്മൾ മാക്സിമം ആഘോഷിച്ചും എൻജോയ് ചെയ്തും അതിൻ്റെ പവിത്രതയോടുകൂടി ആഘോഷിക്കുകയും തന്നെ ചെയ്യണം. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു രസമുള്ള കാര്യമല്ലേ. അങ്ങനെ ഇതാ ചേട്ടൻ കേശുവിനെയും അമ്മയും കൂടെ വണ്ടിയിൽ കൊണ്ടുപോയി. അമ്മയ്ക്ക് നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, കാലൊട്ടും വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മളൊക്കെ ഇനി നടന്ന് തന്നെ പോകണം. അപ്പോൾ ഇതാ രമ്യ ചേച്ചി ഇങ്ങനെ പൂത്തട്ടം കൊണ്ടുപോകും പോലെ കൊണ്ടുപോവുകയാണ്. ആ ഇഡ്ഡലി സാമ്പാറൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ വഴക്ക് പറയുന്നുണ്ടോ, അവൾ ഒട്ടനെ എടുക്കുകയാണ് ഞാൻ ഇനി ഇതൊക്കെ കൊണ്ട് പോകണതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. പിന്നെ ഈ കല്യാണ ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി 3-4 ദിവസമല്ലേ ഉള്ളൂ പൊങ്കാലയ്ക്കായിട്ട്. പിന്നെ നമുക്ക് ഈ വർഷം 8 ദിവസമുണ്ട് അമ്പലത്തിലെ ഉത്സവം. അത് നാളിൻ്റെ എന്തോ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും 7 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. അങ്ങനെ നടന്നിതാ വീട്ടിൻ്റെ അവിടെ എത്തി. ഇനി അമ്മയും അച്ഛൻ അമ്പലത്തിൽ തന്നെ നിൽപ്പുണ്ട്. അമ്മ ഇനി വീട്ടിൽ പോകും, ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് അണ്ണൻ ബിജുണ്ണനും വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇനി അവരവിടെ ഇരുന്ന് അണ്ണ ഇനി അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് അവർ നേരെ അവരുടെ വീട്ടിലോട്ട് പോകും. ഇനി അവർ പോകാറങ്ങുമ്പോഴേക്ക് കേശുവിൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.